ക്രൈം സീനിലേക്ക് വീണ്ടും സ്വാഗതം. വെർച്വൽ അറസ്റ്റ് അടക്കം പുതിയ രൂപത്തിലും ഭാവത്തിലും ഓൺലൈൻ തട്ടിപ്പുകൾ അനുദിനം പെരുകുന്ന കാലമാണ്. ഇവിടേക്കാണ് വാട്സപ്പ് വഴിയുള്ള തട്ടിപ്പും കടന്നുവരുന്നത്. നമ്മുടെ വാട്സപ്പിലേക്ക് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ നമ്പറിൽ നിന്നും OTP ചോദിച്ചുകൊണ്ടുള്ളൊരു മെസ്സേജ് വരും. ചിലപ്പോൾ അതൊരു കോൾ ആയിരിക്കും. അസ്വാഭാവികത തോന്നാത്തതുകൊണ്ട് നമ്മൾ OTP അയച്ചു കൊടുക്കുകയും ചെയ്യും. ഇതോടെ നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെടും. പിന്നെ കാര്യങ്ങൾ പിടിവിട്ടു പോകും. നമ്മുടെ സ്വകാര്യ വിവരങ്ങളടക്കം ചോർത്തി ഭീഷണിപ്പെടുത്തി പണം തട്ടും. അത്തരമൊരു അനുഭവത്തിലേക്കാണ് ക്രൈം സീൻ പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. നമ്മുടെ റിപ്പോർട്ടർ ലേപി സജീന്ദ്രൻ തനിക്കുണ്ടായ അനുഭവം വിവരിക്കുകയാണ്. അത് കണ്ടിട്ട് വരാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ടർ TVയുടെ കൊച്ചി ബ്യൂറോ ഓഫീസിൽ ഞാൻ ഇരിക്കുമ്പോഴാണ് വൈകിട്ട് എനിക്ക് വാട്സാപ്പിൽ ഒരു കോൾ വരുന്നു. ആദ്യം എൻ്റെ ഭർത്താവിൻ്റെ പേര് ചോദിക്കുന്നു, പിന്നീട് എൻ്റെ പേര് ചോദിക്കുന്നു, പിന്നീട് മകൻ്റെ പേര് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ ആരാണ് സംസാരിക്കുന്നതെന്ന് തിരിച്ചു ചോദിച്ചപ്പോൾ NIA ഡൽഹി ഓഫീസിൽ നിന്നാണ് എന്ന് പറയുന്നു. ഒരു NIA ഓഫീസറുടെ പേരും പറയുന്നു. അപ്പോൾ ഞാൻ ഉടനെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ അയാൾ എന്നോട് തിരിച്ചു പറയുന്നു ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞ് ഹിന്ദിയിൽ തന്നെ സംസാരം തുടരുന്നു. എൻ്റെ മകൻ വിദേശത്തല്ലേ പഠിക്കുന്നത് എന്ന് ചോദിക്കുന്നു. മകനുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു കാര്യം സംസാരിക്കാനാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ ആ ഫോൺ ഡിസ്കണക്ട് ചെയ്തു. ഞാൻ വിവരം ഭർത്താവിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹവും പറഞ്ഞു ഇത് ഫേക്കാണ്, അത് ബ്ലോക്ക് ചെയ്തേക്കുമെന്ന് പറഞ്ഞു. എങ്കിലും ഒരു ആകുലത കൊണ്ട് ഞാൻ ആ നമ്പർ ട്രൂ കോളറിൽ നോക്കിയപ്പോൾ പാകിസ്ഥാൻ നമ്പറാണ്. ഞാൻ പെട്ടെന്ന് തന്നെ വിവരം എറണാകുളം ACP രാജ്കുമാറിനോട് പറയുന്നു. അദ്ദേഹം പറഞ്ഞു നിരന്തരം ഇത്തരം പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഓൺലൈൻ തട്ടിപ്പുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കേസുമായി മുന്നോട്ട് പോയാൽ വലിയ പുരോഗതി കിട്ടാൻ, വലിയ ആശാവഹമായ ഒരു റിസൾട്ട് കിട്ടാൻ സാധ്യതയില്ല. നമ്മളുടെയൊക്കെ ഐഡൻറ്റിറ്റിയും നമ്മുടെയൊക്കെ സ്വകാര്യതയും ഒക്കെ ഇങ്ങനെ ലോകത്ത് എവിടെ ഇരിക്കുന്നവർക്കും എടുക്കാൻ പാകത്തിൽ ഒരു സൈബർ ലോകം വളരെ ഭീകരമായി കൊണ്ടിരിക്കുകയാണ് എന്നുള്ള മറുപടിയും അദ്ദേഹം പറഞ്ഞു. ഇതിന് തൊട്ടടുത്ത ദിവസമാണ് ആലുവ MLA അൻവർ സാദത്തിൻ്റെ ഭാര്യയ്ക്ക് സമാനമായ രീതിയിൽ ഒരു കോൾ വരുന്നത്. അത് ഡൽഹി പോലീസിൻ്റെ ഇതെന്ന് പറഞ്ഞാണ് വരുന്നത്. അവരുടെ മകൾ ഡൽഹിയിൽ പഠിക്കുകയാണ്. ഒരു ലഹരി കേസിൽ പോലീസ് പിടിയിലായി എന്ന് പറഞ്ഞാണ് ഡൽഹി പോലീസ് എന്ന വ്യാജേന ഭാര്യയെ വിളിക്കുന്നത്. ഉടൻ തന്നെ ഇക്കാര്യം വിളിച്ച് അൻവർ സാദത്ത് MLAയോട് പറയുന്നു. അദ്ദേഹം ഉടൻ തന്നെ മകളെ വിളിച്ചപ്പോൾ ആ കുട്ടി ക്ലാസ്സിലിരുന്ന് പഠിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അൻവർ സാദത്ത് MLA ഇത് പരാതി സൈബർ സെല്ലിന് കൊടുക്കുന്നു. പക്ഷേ ഇന്ന് രാവിലെ അൻവർ സാദത്ത് MLA എന്നോട് പറയുകയായിരുന്നു അദ്ദേഹം ആ പരാതി കൊടുത്തിട്ട് ഇത്ര ദിവസമായിട്ടും ഒരു ചുവട് പോലും പോലീസിന് മുൻ വയ്ക്കാനായിട്ടില്ല, ഒരു മറുപടി പോലും ഇതുവരെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടില്ല എന്ന്. ഒരു MLAയ്ക്ക് അതാണ് അവസ്ഥയെങ്കിൽ സ്വാഭാവികമായും ഞാൻ പരാതി കൊടുത്താലും അത്ര പോലും പരിഗണന കിട്ടാൻ സാധ്യതയില്ല. ഇതിന് തൊട്ടടുത്ത ദിവസം എൻ്റെ മറ്റൊരു കൂട്ടുകാരി തൃപ്പൂണിത്തുറയ്ക്കടുത്തുള്ള തിരുവാങ്കുളത്ത് താമസിക്കുന്ന നിമ്മി, അവർ ഹൈസ്കൂൾ അധ്യാപികയാണ്. അവരുടെ ഭർത്താവ് ജോണി വർഗീസും സമാനമായ രീതിയിൽ കോൾ വരുന്നു. അവരുടെ മകളെക്കുറിച്ചാണ് ചോദിക്കുന്നത്. കോൾ വരുന്നത് CBI ഓഫീസിൽ എന്ന് പറഞ്ഞാണ് കോൾ വരുന്നത്. ഉടനെ അവർക്കും ഇത് ഫേക്കാണെന്ന് മനസ്സിലായി അവർ കട്ട് ചെയ്യുന്നു. പക്ഷേ എത്രയും അധികം ആളുകൾക്കാണ് ഇത്തരത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കാറുള്ള. എത്രയോ പേരുടെ പൈസ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മക്കളുടെ പേര് പറഞ്ഞ മക്കൾ ഏതെങ്കിലും കേസിലകപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തിയാണ് ഈ സന്ദേശം വരുന്നത്. അതിനെ രക്ഷിക്കാൻ പൈസ എന്ന് പറയുമ്പോൾ പ്രായമായ ചിലരെങ്കിലും ഈ ചതിക്കുഴിയിൽ വീണു പോകാറുണ്ട്. ഇപ്പോഴും ഇവിടെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മളെക്കുറിച്ചുള്ള നമ്മളുടെ സ്വകാര്യത മാത്രമല്ല, നമ്മളുടെ മക്കൾ പഠിക്കുന്ന കലാലയങ്ങൾ അല്ലെങ്കിൽ മക്കളുടെ ഐഡൻറ്റിറ്റി എല്ലാം ഇങ്ങനെ ലോകത്തിരിക്കുന്ന എവിടെയൊക്കെയോ ഇരിക്കുന്ന ഇത്തരം നിഗൂഢ കേന്ദ്രങ്ങളിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. എൻ്റെ മകനെ സംബന്ധിച്ചിടത്തോളം മകൻ സ്കോളർഷിപ്പ് കിട്ടി വിദേശത്തേക്ക് പോയപ്പോൾ ഒരിടത്തും ഞാനത് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ എൻ്റെ ഭർത്താവ് അവൻ വിദേശത്തേക്ക് പഠിക്കാൻ പോയപ്പോൾ ഒരു കുറിപ്പ് മലയാളത്തിൽ ഫേസ്ബുക്കിലിട്ടു. ഇത് മാത്രമാണ് മകനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് പാകിസ്ഥാനിലിരിക്കുന്ന ഒരാൾക്ക് ഇത് ഗ്രഹിച്ചെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് എത്രത്തോളം അപകടകരമായ ഒരു സാഹചര്യമാണ് ഒരുക്കുന്നത്.